Hey friends, welcome back to the channel. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ ഒരു ലോങ് ടേം യൂസർ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഈ ഒരു ബൈക്കുമായിട്ട് ഞാൻ ഏതാണ്ട് 3-3.5 വർഷമായി. ഏതാണ്ട് 2020 ഞാൻ ഈ ഒരു ബൈക്ക് എടുക്കുന്നത്. എന്നിട്ട് അത്യാവശ്യം കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തു ഈ ഒരു ബൈക്കിൽ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ ഓട്ടമൊന്നുമില്ല, പക്ഷേ 2023 വരെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് നടന്നൊരു ബൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ലോങ് ടേം റിവ്യൂ ആയിട്ട് കാണാം. അതായത് എന്നെപ്പോലെ തന്നെ ഡോമിനോർ 400 അത്യാവശ്യം ഒരു 4-5 വർഷത്തേക്ക് മേടിക്കുന്ന ആൾക്കാർക്ക്, അതായത് ലോങ് ടേമിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ആൾക്കാർക്കാണ് ബേസിക്കലി ഈ ഒരു വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആവാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു 3.5 വർഷത്തിനിടയിൽ എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വന്നു, ഞാൻ എന്തൊക്കെ ഈ ബൈക്കിൽ ചേഞ്ച് ചെയ്തു, എനിക്ക് ഈ ബൈക്കിലുണ്ടായ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. സോ ആദ്യമായി നമുക്ക് നെഗറ്റീവ് എന്ന് തന്നെ തുടങ്ങാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സാധനമാണ് നെഗറ്റീവ്സ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് തന്നെ തുടങ്ങാം. ആദ്യത്തെ സാധനം, എനിക്ക് ഈ ബൈക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നിയത് ഈ ഒരു ബൈക്കിൻ്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ മെറ്റൽ ക്വാളിറ്റി, പിന്നെ ഈ പാർട്സിൻ്റെയൊക്കെ ക്വാളിറ്റി എനിക്ക് കുറച്ചുകൂടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്നൊരു തോന്നൽ എനിക്ക് പേഴ്സണലി ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു പീസ് കണ്ടോ നിങ്ങൾക്ക്, ഈ ഒരു ഫുഡ് റെസ്റ്റ് ഹോൾഡർ, ഇത് ആക്ച്വലി തുരുമ്പെടുത്തിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്തുനിന്ന് പെയിൻറ്റ് ഇങ്ങനെ പൊളിഞ്ഞിളകുവാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ആണ് ഈ ഒരു ബൈക്കിൻ്റെ, ഈ ഒരു പാർട്ടിൻ്റെ. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അത്യാവശ്യം ഡോമിനോർ വേറെ ആൾക്കാർക്കുണ്ട്. അവരുടെ സ്വിങ് ആമ തന്നെ റസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു പോർഷനില്ലേ, അവർ ആ ഒരു ജോയിൻ്റ് വരുന്ന പോർഷൻ അവിടെ വന്നിട്ട് ആക്ച്വലി റസ്റ്റ് കയറി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര വിയേർഡായിട്ട് എനിക്ക് തോന്നി. ആക്ച്വലി ഈ സ്വിങ് ആം എന്ന് പറയുന്ന ഒരു ബൈക്കിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അതിൽ റസ്റ്റ് കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ബജാജ് കുറച്ചുകൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ ദ കസ്റ്റമേഴ്സ്. എന്നെപ്പോലെ ലോങ് ടേം ബൈക്ക് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈക്ക് ഞാൻ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു 3.5 years, ഓൾമോസ്റ്റ് 4 years ആവുന്നു. അപ്പോൾ അതിനിടയിൽ 2 മേജർ പ്രോബ്ലംസ് ഈ ബൈക്കിൽ ഞാൻ ഫേസ് ചെയ്തു. സോ ഓവർ ദ ടൈം ഈ ഒരു ബൈക്കിൽ എനിക്ക് മേജറായിട്ട് 2 പ്രോബ്ലംസാണ് ഞാൻ ഫേസ് ചെയ്തത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിൻ്റെ ഫ്യൂൽ പമ്പ് അടിച്ചു പോയി. ആൻഡ് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിൻ്റെ ഇഗ്നിഷൻ കോയിലിൽ കറണ്ട് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ആക്ച്വലി ഈ ഒരു ടൈം പീരീഡിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മേജറായിട്ടുള്ള 2 പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതിൽ ഫ്യൂൽ പമ്പിൻ്റെ പ്രോബ്ലം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അതെങ്ങനെയാണ് അടിച്ചു പോയതെന്ന്. കാരണം ഞാൻ എപ്പോഴും ഈ ഒരു ബൈക്ക് മിനിമം ഒരു 2-2.5 ലിറ്റേഴ്സ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. ബട്ട് എങ്ങനെയോ എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടോ എന്നറിയില്ല, ഈ ബൈക്കിൻ്റെ ഫ്യൂൽ പമ്പ് അടിച്ചു പോയി. ഞാൻ ഫ്യൂൽ പമ്പ് ആക്ച്വലി ഷോറൂമിൽ കൊടുത്ത് ചേഞ്ച് ചെയ്തു. ആൻഡ് രണ്ടാമത്തെ സാധനം, ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ, അതിൽ കറണ്ട് ലീക്ക് ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബൈക്കിന് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അതായത് നമ്മൾ ബൈക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മഴ നനഞ്ഞു കഴിഞ്ഞാലൊക്കെ ബൈക്കിൽ നല്ല രീതിയിലുള്ള മിസ്സിങ് ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. അത് അല്ലാത്ത സമയമൊന്നും വലിയ മിസ്സിങ് ഒന്നും ഫേസ് ചെയ്യാറില്ല. രാവിലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബൈക്ക് ഐഡിയയിൽ നിൽക്കാറില്ല. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോബ്ലമായിട്ട് ഷോറൂമിൽ പോയി, ഷോറൂമിൽ കാണിച്ച സമയത്ത് ഷോറൂമിലെ പുള്ളിക്കാരൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡോമിനോറിന് കോമൺ ആണ്, എല്ലാ ഡോമിനോസിനും ഈ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അതായത് ഐഡിയയിൽ നിൽക്കാറില്ല, പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ് വരുന്നതൊക്കെ ഡോമിനോറിൻ്റെ കൂടപ്പറപ്പാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ മിസ്സിങ് വെച്ച് ഓടിക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്തൊരു സർവീസ് സെൻറ്ററിൽ കാണിച്ചു. അപ്പോഴത്തേനും അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിലിൽ നിന്ന് കറണ്ട് ലീക്ക് ഉണ്ട്, സോ നമുക്കത് ചേഞ്ച് ചെയ്യണം. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് 2 ഇഗ്നിഷൻ കോയിൽ വരുന്നുണ്ട്. അതായത് ഒരു പ്രൈമറി ഇഗ്നിഷൻ കോയിൽ ആൻഡ് സെക്കൻഡറി ഇഗ്നിഷൻ കോയിൽ. ഇതിന് ആക്ച്വലി 3 പ്ലഗ് ഉണ്ട്. സോ മദർ പ്ലഗിന് ഒരു ഇഗ്നിഷൻ കോയിലും അല്ലാതെ സൈഡിൽ കാണുന്ന ഈ 2 പ്ലഗിനും വേറൊരു ഇഗ്നിഷൻ കോയിലുമാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്തു. ആൻഡ് ഇപ്പോൾ ബൈക്ക് പക്കയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് മേജറായിട്ട് ഈ ഒരു ബൈക്കിൽ എനിക്ക് കിട്ടിയ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പിന്നെ യൂഷ്വലി ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ടയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. ടയേഴ്സിനാണ് അടുത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നത്. ഏറ്റവും നല്ല ടയേഴ്സ് തന്നെ വാങ്ങിച്ചിടാൻ നോക്കുക. കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പ് സ്പീഡ് കയറുന്നൊരു മോട്ടോർ സൈക്കിളും കൂടെയാണ്. സോ ഒരിക്കലും നിങ്ങൾ ടയേഴ്സിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. എൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ കിടക്കുന്നത് TVS പ്രോട്ടോർക്ക് എക്സ്ട്രീമും ഫ്രണ്ടിൽ കിടക്കുന്ന ആൽഫ H1 രണ്ടും അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ടയേഴ്സാണ്, W റേറ്റഡ് ടയേഴ്സാണ്. അപ്പം ഇതുപോലത്തെ ടയേഴ്സ് മേടിച്ചിടാൻ നോക്കുക. അത്യാവശ്യം എക്സ്പെൻസീവ് ആണെങ്കിലും ആ പൈസയ്ക്ക് വേർത്തായിട്ടുള്ള ടയേഴ്സാണിത്. ഈ ബൈക്ക് സ്റ്റോക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് MRF റെഫ്സ് ആണ്.
അപ്പോൾ റെപ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം തലക്കേടില്ലാത്ത ടയറെന്ന് പറയാം. അതായത് ഓക്കെ ടയറാണ്. അത് വെച്ച് നമുക്ക് അത്യാവശ്യം ടോപ്പ് സ്പീഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വെറ്റ് ഗ്രിപ്പ് ഒട്ടും ഇല്ലാത്ത ടയറാണ് റെപ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഈ ബൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ടയേഴ്സിലാണ്. അത്യാവശ്യം നല്ല ടയേഴ്സാണ് ഇപ്പോൾ കിടക്കുന്നത്. സോ അപ്പോൾ അതൊക്കെയാണ് ടയേഴ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഓവർ ദ ടൈം മറ്റെല്ലാ ബൈക്കിലും വരുന്ന പോലെ തന്നെ ബ്രേക്ക് പാഡ്സ് തീർന്നു പോവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫ്രണ്ടിലിട്ടേക്കുന്നത് വേഴ്സയുടെ സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ്. ബാക്ക് ബ്രേക്ക് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. സോ ബാക്ക് ബ്രേക്ക് ഇപ്പോഴും സ്റ്റോക്ക് തന്നെയാണ്. ഞാൻ ബാക്ക് ബ്രേക്ക് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. ഫ്രണ്ട് ബ്രേക്കാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് ബൈറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറേ കാലം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഡിസ്കിൽ ചെറിയ മാർക്കിങ്സ് വരും. അത് ചെറിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫേസ് ചെയ്തു. ആൻഡ് മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രേക്ക് പാഡ് ഇട്ട് നമ്മൾ അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യുന്നത് വരെ ഈ ഒരു ബ്രേക്ക് പാഡിന് നല്ല രീതിയിലൊരു ക്രീപ്പി സൗണ്ട് കേൾക്കും. അത് നമുക്ക് ഭയങ്കര രീതിയിൽ ഡിസ്റ്റർബിങ് ആണ്. അപ്പോൾ അതാണ് ഈ ബ്രേക്ക് പാഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് കുറേ സർവീസ് ചെയ്തു. ആദ്യത്തെ 3 സർവീസ് നമുക്ക് ഫ്രീ സർവീസാണ്. അതിനുശേഷം വരുന്ന എല്ലാം പെയ്ഡ് സർവീസാണ്. വൺസ് ഇൻ 7500 ആണ് ബജാജ് പറയുന്നത് ഇതിൻ്റെ സർവീസ് ഇൻ്റർവൽ. ഞാൻ പക്ഷേ ഒരിക്കലും അത്രയും വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പറയില്ല. ഏതാണ്ട് ഒരു 5000 കഴിയുമ്പോൾ തന്നെ പോയി സർവീസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ആൻഡ് സർവീസ് റേറ്റ് ഭയങ്കര ചീപ്പുമാണ്. അതായത് ഒരു 400cc വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 2200 ഒക്കെയാണ് ഇതിൻ്റെ സർവീസ് റേറ്റ് വരുന്നത്, വിച്ച് ഈസ് pretty much cheap when comparing to other motorcycles. Speed 400, Duke 390 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ആക്ച്വലി ഭയങ്കര ചീപ്പാണ്. 2000, 2100, 200 ഒക്കെ ആവത്തുള്ളൂ ഇതിൻ്റെ സർവീസിന്. ആൻഡ് വേറൊരു പ്രശ്നം എനിക്ക് ബജാജിൻ്റെ ഫേസ് ചെയ്തതും ഈ സർവീസിലാണ്. അതായത് ഒരുപാട് ഷോറൂംസ് ബജാജിനുണ്ട്, പക്ഷെ അവിടെ ക്വാളിറ്റി സർവീസ് മാൻ ഇല്ല എന്ന് വേണം പറയാൻ. അതായത് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഷോറൂംസൊക്കെ ഭയങ്കര ശോകമാണ്. കാരണം അവിടുത്തെ ആൾക്കാർക്ക് നല്ലപോലെ പണിയാനറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ ഞാൻ മോസ്റ്റ്ലി ഇതിൻ്റെ സർവീസൊക്കെ ഫ്രീ സർവീസിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ സർവീസും ചെയ്തേക്കുന്നത് പുറത്ത് കൊടുത്തിട്ടാണ്. വാറണ്ടിയിൽ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ ഷോറൂമിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ പുറത്ത് കൊടുത്താണ് ബൈക്ക് സർവീസ് ചെയ്യുന്നത്. സോ നമുക്കിനി ബൈക്കിൽ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാം. നിന്ന് ഭയങ്കര ചൂടാണ്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇത് ലോങ് ടേമിൽ എടുക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ മേ ബി യൂസ്ഫുൾ ആയേക്കാം. ആൻഡ് മോർ ഓവർ ഇപ്പോൾ NS 400 ഇറങ്ങിയിട്ടുണ്ട്, NS 400C, ദി ഓൾ ന്യൂ NS വിത്ത് എ ഡോമിനോർ എഞ്ചിൻ. അപ്പോൾ ആ വണ്ടി ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതിൻ്റെ സ്പെക് ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഡോമിനോറിൻ്റെ സെയിം എഞ്ചിനാണ്, സെയിം പവർ, സെയിം ടോർക്ക്, എവറിത്തിങ് സെയിം. പക്ഷെ നമ്മൾ ഡോമിനോറിനെക്കാളും ആ ഒരു ബൈക്ക് 20 kilos ആക്ച്വലി ലൈറ്ററാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ക്യൂക്കർ. ഇതിനെക്കാളും ഭയങ്കര ടോർക്ക് കൂടുതലായിട്ട് നമുക്ക് മേ ബി ആ ഒരു ബൈക്കിൽ ഫീൽ ചെയ്യാം ബിക്കോസ് ഓഫ് ദ ലെസ് വെയ്റ്റ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഹൈവേ ബൈക്കാണ് നോക്കുന്നത്, നിങ്ങളൊരു ടൂറിങ് ബൈക്കാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഡോമിനോർ ഈസ് ദ ബൈക്ക് ടു ബൈ. ബിക്കോസ് NS ഞാൻ ഓടിച്ചെൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം റൈഡിങ് പോസ്റ്റർ ആസ് ദാറ്റ് ഓഫ് ദി NS 200. NS 200 എങ്ങനെയാണോ ഓടിക്കുന്നത് അതേ റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ആൻഡ് വീൽ ബേസ് കുറവാണ് ആ ഒരു ബൈക്കിന്. സോ ഹൈവേയിൽ ആ ഇൻസ്റ്റബിലിറ്റി നമുക്ക് മേ ബി ഫീൽ ചെയ്തേക്കാം. ഈ ഒരു ബൈക്ക് അതിനേക്കാളും ലോങ്ങറാണ്. ആൻഡ് ഡോമിനോറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ആൾക്കാർ പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ വെയിറ്റാണ്. ഏതാണ്ട് ഒരു 190+ kilos വെയിറ്റ് വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഡോമിനോർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത് ഇങ്ങനത്തെ ഹൈവേസിൽ നമ്മൾ ഓടിക്കുന്ന സമയത്താണ്. സോ ഞാൻ വണ്ടി ഓടിച്ചതിൽ മോസ്റ്റ്ലി എൻ്റെ റൈഡിങ്ങിൽ 80% ഞാൻ കവർ ചെയ്തേക്കുന്നത് ഇതേപോലത്തെ ഹൈവേസിലാണ്. ആൻഡ് ഐ എം സോ മച്ച് ഹാപ്പി ആൻഡ് ഐ എം സോ മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ബൈക്ക് ബിക്കോസ് യാതൊരു തരത്തിലുള്ള സ്റ്റെബിലിറ്റി ഇഷ്യൂസോ വേറെ ഒരു പ്രോബ്ലംസും എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഈവൻ ദ റൈഡിങ് പോസ്ചർ, ഗിയർ ഷിഫ്റ്റിംഗ്, ക്ലച്ച് ഫീൽ, എവറിത്തിങ് ഈസ് സോ നൈസ്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നിങ്ങൾക്കൊരു സ്പോർട്സ് ക്രൂസർ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഓൾ ദീസ് ഫീച്ചേഴ്സ് ഈസ് സോ ഗുഡ്. ബിക്കോസ് ആ ഒരു കാലത്ത്, അതായത് 2020 ഞാൻ ഈ ഒരു ബൈക്ക് മേടിക്കുന്നത്. അന്ന് ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2,48,000 rupees ആയിരുന്നു. 2,50,000 താഴത്ത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്ക് വിത്ത് ഓൾ ദീസ് ഫീച്ചേഴ്സ് വാസ് വാല്യൂ ഫോർ മണി അറ്റ് ദാറ്റ് ടൈം. പക്ഷേ ഇപ്പം നോക്കുന്ന സമയത്ത് ഈ ബൈക്ക് കുറച്ചൊക്കെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് ദ ലുക്സ്. ഓക്കെ, ലുക്സ് ഭയങ്കര അപ്പീലിംഗ് ആണ് ഇപ്പോഴും. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ക്യാച്ച് ചെയ്യുന്നൊരു ഡിസൈനാണ് ഇപ്പോഴും സ്റ്റിൽ ദി ഡോമിനോർ.
പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇല്ല, അങ്ങനത്തെ ഫാൻസി ഫീച്ചേഴ്സ് ഒന്നുമില്ല. പിന്നെ റൈഡിംഗ് മോഡ്സ് ഇല്ല, നോ ട്രാക്ഷൻ കൺട്രോൾ, നത്തിങ്. ഒരു നോൺസെൻസ് ബൈക്കായിട്ടാണ് ഡോമിനാറിനെ ബജാജ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഉണ്ട്. അതായത് ഇലക്ട്രോണിക്സ് ഒന്നും ഇഷ്ടമില്ലാത്ത, ഭയങ്കര റോ ആയിട്ട് ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടെ ടെക്കിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് ട്രാക്ഷൻ കൺട്രോളൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈവൻ ദി R15 വേർഷൻ 4 ഹാസ് എ സ്റ്റാൻഡേർഡ് ട്രാക്ഷൻ കൺട്രോൾ, ABS എല്ലാം സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ മറ്റു ബൈക്കുകളിൽ വരുന്നുണ്ട്. ബൈക്കിൽ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. അതിൻ്റെ ബേസിക് ക്ലസ്റ്ററാണ് വരുന്നത്. അങ്ങനത്തെ ലൈക്ക് ഫാൻസി ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ ഒരു പരിപാടികളും ഇതിനകത്തില്ല. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമുക്ക് ഓക്കെ ഇത് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ആദ്യമൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് മൊബൈലിലൂടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ പോവാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പെട്ടെന്ന് മൊബൈലിൽ നോക്കണം, മീറ്ററിൽ നോക്കണം. അതിനെക്കാളും നല്ലത് എല്ലാം മീറ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്നൊരു തോട്ട് എനിക്കുണ്ട് പേഴ്സണലി. അപ്പോൾ അതൊക്കെയാണ് ഈ ബൈക്കിൽ ഇനി കുറച്ചുകൂടെയൊക്കെ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് തോന്നിയ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാക്ഷൻ കൺട്രോളും ഇനി ഒരു അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ട്രാക്ഷൻ കൺട്രോൾ ആൻഡ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ ആയിരിക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ബേസിക് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ABS വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ആൻഡ് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈഡിങ് ട്രയാങ്കിളാണ്. എൻ്റെ ഫുഡ് റെസ്റ്റ് ഇരിക്കുന്നത് നേരെ ഞാൻ ഇരിക്കുന്നതിൻ്റെ താഴെയാണ്. ആൻഡ് ഹാൻഡിൽ ബാർ ഈസ് ലൈക്ക് സോ അപ്രൈറ്റ് എന്ന് പറയില്ല, കുറച്ചൊരു പൊടിക്ക് താന്നിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് മാൻ. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ബൈക്ക് ഇപ്പോഴും ഓടിക്കുന്ന സമയത്ത്. എനിക്ക് യാതൊരു രീതിയിലുള്ള അപ്ഗ്രേഡും ഈ ഒരു ബൈക്കിൽ നിന്ന് വേണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, അൺലെസ് ദിസ് ടെക് ഫീച്ചേഴ്സ് ആൻഡ് ഓൾ. ബാക്കിയൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് ഈ ഒരു ബൈക്ക് ഓടിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ സിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ബൈക്ക് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ് ദിസ് ബൈക്ക്. ഞാൻ ഡോമിനാർ 250 നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല, ഡോമിനാർ 400 റെക്കമെൻഡ് ചെയ്യില്ല. ഡോമിനാർ 250 എന്ന് പറയുന്നത് അത്യാവശ്യം ലോ ആൻഡ് ടോർക്ക് തീരെ ഇല്ലാത്തൊരു ബൈക്കാണ്. ഡോമിനാർ 400 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ബൈക്കാണ്. സോ ഈ രണ്ട് ബൈക്കും നിങ്ങൾ സിറ്റിക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ദിസ്, ട്രൈ സം അനദർ ബൈക്ക്. നിങ്ങൾക്ക് NS 400 മേ ബി ഇറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ ദി സിറ്റി. ആൻഡ് ഒരു വീക്കെൻഡ് റൈഡിനൊക്കെ മേ ബി ആ ഒരു ബൈക്ക് നല്ലതായിരിക്കും. പക്ഷേ ഹൈവേ ആണ്, ടൂറിങ് ആണ് നിങ്ങളുടെ പേർപ്പസ് എന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ വേറൊരു ബൈക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം 140 150 ക്രൂസ് ചെയ്യാം വിതൗട്ട് എനി പ്രോബ്ലം. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൂസിങ് പവറുള്ളൊരു മോട്ടോർ സൈക്കിളാണിത്. ആൻഡ് ബ്രേക്കിംഗ് ഈസ് ഓൾസോ ഗുഡ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബൈക്കിൽ എന്നെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ. എനിക്ക് ഇപ്പോഴും, അതായത് ഇത്രയും കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ട് പോലും എനിക്ക് ആക്ച്വലി ഇനിയൊരു അപ്ഗ്രേഡ് വേണമെന്ന് തോന്നിയിട്ടില്ല പേഴ്സണലി ഈ ഒരു ബൈക്കിൽ നിന്ന്. ഒരുപാട് പേര് പറയുന്നുണ്ട് ട്രൈ ദി ഓൾ ന്യൂ ഹിമാലയൻ 450 എന്നൊക്കെ. പക്ഷേ ഐ എം സ്റ്റിൽ ഹാപ്പി വിത്ത് ദിസ് ബൈക്ക്, സോ ഗുഡ് ഫോർ നൗ. ഇനി എന്തെങ്കിലും അപ്ഗ്രേഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഉടനെ തന്നെ ഈ ഒരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇനി ഒരുപാട് കിലോമീറ്റേഴ്സ് ഈ ഒരു ബൈക്കിൽ ഓടിക്കാനുണ്ട്. നിങ്ങൾ മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് ജസ്റ്റ് 15,000 കിലോമീറ്റർ ഓടിയിട്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇതിൻ്റെ മീറ്റർ ആക്ച്വലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടാമത്. ഇതിൻ്റെ മീറ്ററിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കയറും. ഈ ഒരു മീറ്ററിൻ്റെ അകത്ത് ഫോഗ് കയറുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വണ്ടിയുടെ ആദ്യത്തെ മീറ്റർ ഞാൻ ചേഞ്ച് ചെയ്തു. ആൻഡ് ടോട്ടലി ഈ ഒരു വണ്ടി ഒരു 35,000 കിലോമീറ്റർ സ്റ്റിൽ ഇപ്പോൾ റൺ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് മേടിച്ച് വെച്ച മീറ്ററാണ്. ഈ ഒരു മീറ്ററിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഫോഗ് അകത്ത് കയറുന്നൊരു ഇഷ്യൂ ഉണ്ട്. സോ അതാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്. ബജാജ് ഇതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യേണ്ട ഒരു ബൈക്കാണിത്. എൻ്റെ ഫ്രണ്ട്സ് പലരും പറയുന്നതും അതാണ്. ലൈക്ക് എനിക്ക് ഡോമിനോർ ഇഷ്ടമാണ്, പക്ഷേ ബജാജിൻ്റെ ക്വാളിറ്റിയിൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. സോ ഐ എം നോട്ട് ഗോയിങ് ഫോർ ദാറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത്ര മോശമൊന്നും പറയാനില്ല, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡോമിനോർ 400 ഈസ് എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ ഫോർ ടൂറിങ്. ഞാൻ നമുക്ക് വൈബ്രേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സിംഗിൾ
പിന്നെ എടുത്ത് പറയേണ്ട എന്താ, ഇതൊക്കെ ഉള്ളൂ മോസ്റ്റ്ലി. സോ നമുക്കിനി സർവീസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സർവീസ് എന്ന് പറയുന്നത് ഇതുപോലെ ലോങ് ടേമിൽ ബൈക്ക് എടുക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സർവീസാണ്. സോ ബജാജിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇന്ത്യയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ബജാജിൻ്റെ ഒരു സർവീസ് സെൻറ്റർ കാണാൻ പറ്റും. സോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് ക്വാളിറ്റിയെക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഷോറൂംസ് ഉണ്ട്, പക്ഷേ അത്രത്തോളം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസൊന്നുമല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. എസ്പെഷ്യലി എൻ്റെ സ്ഥലം, ഞാൻ ആക്ച്വലി തമിഴ്നാട്ടിലാണ്, കന്യാകുമാരിയിലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് എൻ്റെ ബൈക്ക് തേർഡ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തുള്ളൊരു ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്ടൊരു 10-80 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. കാരണം അത്രയും മോശം സർവീസാണ് എൻ്റെ വീടിനടുത്തുള്ള ഷോറൂംസിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി, അവർക്കൊരു തേങ്ങ അറിയില്ല എന്ന്. സോ അതൊക്കെയാണ് ഈ ഒരു ബൈക്ക് ഒരു ലോങ് ടേമിൽ മേടിച്ച് യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ഗോ ഫോർ യുവർ ബൈക്ക്, ഗോ ഫോർ ദ ഡോമിനോർ. ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരാനില്ല. ആൾക്കാർ പറയുന്ന പോലെ എൻജിൻ പണി തരും, അത് പണി തരും, ഇത് പണി തരും, അങ്ങനത്തെ ഒരു പ്രോബ്ലവും ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ റൺ. ഇത് ഓടും, ഒരു പ്രശ്നമില്ലാണ്ട് ഓടും. അല്ലാതെ നമ്മൾ സർവീസ് ചെയ്യാണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യാണ്ട്, ഈവൻ ചെയിൻ ലൂപ്പ് പോലും ചെയ്യാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ബൈക്കും അതുപോലെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈക്കിന് വേറൊരു നിവൃത്തിയില്ല. സോ നിങ്ങൾക്കൊരു ബഡ്ജറ്റുള്ളൊരു നല്ലൊരു ടൂറിങ് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഡോമിനോർ 400 ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. ഇതിലും ബെറ്റർ ആയിട്ടുള്ള ബൈക്ക് ആക്ച്വലി ഈ റേഞ്ചിൽ ഉണ്ട് എന്ന് എനിക്ക് സ്റ്റിൽ തോന്നുന്നില്ല. സോ ഒരു 3 lakh അണ്ടർ നിങ്ങളൊരു കിടിലൻ ടൂറിംഗ് ബൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റിൽ സജസ്റ്റ് ദി ഡോമിനോർ 400 ഫോർ എ ലോങ് ടേം. അത്യാവശ്യം 4-5 വർഷം വെച്ച് ഓടിക്കാനാണെന്നുണ്ടെങ്കിലും ഡോമിനോർ ഇസ് ദ ബെസ്റ്റ് ബൈക്ക്. ഒരു കംപ്ലൈൻറ്റും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല, ഈ കുഞ്ഞു കംപ്ലൈൻറ്റ് അല്ലാണ്ട്. സോ ദിസ് ഇസ് എ വീഡിയോ. ഇതിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. സോ അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.